ലജ്ജാശീലത്തിൽ ഉന്നത മാതൃകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൽതജിഅൻ ഫീ ബൈതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. കാശിഫൻ അൻ ഫഖദൈഹി ഔ സാഖൈഹി. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ ചെറുതായിട്ടൊന്ന് വെളിവായിട്ടുണ്ട്, കാലിൽ നിന്ന് ചെറുതായി വസ്ത്രമൊന്ന് നീങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അത്രക്ക് ശ്രദ്ധിച്ചിട്ടില്ല. ഫസ്തഅദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവേശിക്കാൻ സമ്മതം ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുത്തുകൊണ്ട് ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസവ്വാ സിയാബഹ, റസൂലുള്ളാഹി എണീറ്റിരുന്ന് വസ്ത്രങ്ങളൊക്കെ ശരിയാക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ റസൂലുള്ളാഹി എണീറ്റിരുന്ന് വസ്ത്രമെല്ലാം ശരിയാക്കി. ഈ രംഗം ആയിഷ റളിയല്ലാഹു അൻഹ കാണുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ഇവിടെ എന്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇതേ രീതിയിൽ തന്നെയായിരുന്നു നിങ്ങളുടെ വസ്ത്രം, ഇതേ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അല്പം വെളിവായപ്പോ നിങ്ങൾ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല. ഇവിടെ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങിയപ്പോ നിങ്ങൾ വേണ്ട ജാഗ്രത പുലർത്തിയില്ല. ഇപ്പോൾ ഉസ്മാൻ വന്നപ്പോഴിതാ അങ്ങ് വല്ലാത്ത ജാഗ്രത പുലർത്തിയിരിക്കുന്നു. എന്താണതിന് കാരണമെന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്, അലാ അസ്തഹീ മിൻ റജുലിൻ തസ്തഹീ മിൻഹുൽ മലായിക. അലാ, അറിയണം ആയിഷ, അസ്തഹീ മിൻ റജുലിൻ, ഞാനൊരു മനുഷ്യനെ സംബന്ധിച്ചാണ് ലജ്ജ കൈകൊള്ളുന്നത്. ഞാൻ ഏത് മനുഷ്യനിൽ നിന്നാണോ ലജ്ജാശീലം കൈകൊള്ളുന്നത് ആ മനുഷ്യന്റെ മഹത്വം നീ അറിയണം. തസ്തഹീ മിൻഹുൽ മലായിക, മലക്കുകൾ പോലും ആ മനുഷ്യനെ കാണുമ്പോൾ ലജ്ജാശീലം കൈകൊള്ളുന്നവരാണ്. ഈമാനിൽ നിന്നുത്ഭൂതമാകുന്ന ലജ്ജ. എന്നാൽ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ ഇവർക്ക് ലജ്ജയില്ലായിരുന്നോ എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമേ അല്ല. അവർക്ക് നല്ല ലജ്ജയുണ്ടായിരുന്നു, നല്ല ലജ്ജാബോധമുണ്ടായിരുന്നു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലജ്ജയിൽ ഏറ്റവും ഉയർന്ന മാതൃകയായിരുന്നു എന്ന്, അതല്ലെങ്കിൽ ലജ്ജയിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.